ധന്യ മഴ കടുക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ശമനം ഉണ്ടെന്നാലും പല ജില്ലകളിലും മഴ കടുക്കുകയാണ്. ഇത് വേനൽ മഴയാണ്, അതാണ് ഏറ്റവും അപകടം. ഇനി കാലവർഷം 4 ദിവസത്തിനുള്ളിൽ എത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനും വട്ടായെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. പണ്ടേ അങ്ങനെയാണ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ച മഴയുണ്ടാകില്ല എന്ന് ഒരു പൊതുവേ ഒരു വയ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാതിരുന്നാൽ പിന്നെയും മഴ വരുമെന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറയും. പക്ഷേ ഈ 2018 ശേഷം മഴയെ നമ്മൾ വല്ലാതെ ഭയക്കുന്നുണ്ട് അല്ലേ? ഇപ്പം ചില മഴ വാർത്തകളിലൊക്കെ നമ്മൾ പറയും പണ്ട് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. കാരണം നമ്മുടെയൊക്കെ സ്കൂളിൽ പാടത്തിൻ്റെ നടുവിലൂടെയാണ് പോകേണ്ടത് സ്കൂളിലേക്ക്. അപ്പോൾ അവിടുത്തെ വെള്ളത്തിലൊക്കെ കാലിട്ട് വെച്ച് തലയിൽ വെച്ച് അങ്ങനെ നല്ല ഭയങ്കര ഒരു രസകരമായ ഇഷ്ടമായിരുന്നു. വീട്ടില് നമ്മള് സമ്മതിക്കില്ലല്ലോ, സ്കൂളിൽ പോകുമ്പോഴാണ് മഴ ഒന്ന് നനയാൻ പറ്റുന്നത്. അപ്പൊ മഴയൊക്കെ മൊബൈൽ ഫോണൊന്നും ഇല്ല. ഇപ്പൊ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞ മൊബൈൽ നനയുമെന്നുള്ള വീടും സ്ഥലം ഒലിച്ചു പോയാലും നമുക്ക് നമ്മളെ പിന്നെയും പിടിച്ചു നിൽക്കാം. മൊബൈല് പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ കളി പറഞ്ഞാൽ ഇപ്പോൾ 2018 ശേഷം മഴയെ നമുക്ക് വല്ലാത്ത ഭയമാണ്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഏത് നിമിഷം എങ്ങനെ വരും എന്ന നമുക്കറിയില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നിർത്താതെ മഴ പെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയവും പേടിയാണ്. പ്രളയം വരുമോ, പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ, ഏതെങ്കിലും ജില്ലകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ആളുകൾ ഇപ്പോൾ ഇന്നലെ തന്നെ ആളുകളൊക്കെ മരിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വല്ലാത്തൊരു ഭയവും പേടിയും തന്നെയാണ് നമുക്ക് മഴ എന്ന് കേൾക്കുമ്പോൾ. റെഡ് അലർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ നിന്ന് പണ്ട് നമ്മൾ ഈ റെഡ് അലർട്ട് എന്നൊക്കെ പറയുമ്പോൾ വാർത്തകളിൽ വായിച്ച് അങ്ങ് പോകുന്നതല്ലാതെ അത് ശക്തമായ മഴ 2 ദിവസം നിൽക്കും അങ്ങ് പെയ്യും. അപ്പോഴും മഴയ്ക്ക് ഒരു സമയം ഉണ്ടായിരുന്നു ആ പഴയ കാലങ്ങളിൽ. ഇന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന മാസങ്ങളിൽ വന്ന് അങ്ങ് പോയി. ഇപ്പോൾ മഴയ്ക്കും പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോൾ വേണമെങ്കിലും ഫുൾ ടൈം ഇപ്പൊ 4 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെയൊക്കെ നിൽക്കും. അപ്പോൾ എപ്പോൾ മഴ വരും, എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ മഴ വരുമ്പോൾ ഭയപ്പെടുന്നത് വയനാട് ജില്ലക്കാരായിരിക്കും. കാരണം ഒരു എന്താ പറയുക, ഒരു പ്രദേശം തന്നെ ഒലിച്ചു പോയിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി കൃത്യമായി എന്താ പറയുക, പാറകൾ തല്ലി തകർത്ത് അവിടെ ക്വാറി മാഫിയകൾ കയ്യേറി, പിന്നെ മൊത്തത്തിൽ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് മണ്ണൊലിപ്പ് തടയാൻ ഒന്നിനും നമുക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രളയം വന്നാലും നമ്മളതിനെ താങ്ങണം, ഭൂകമ്പം വന്നാലും നമ്മളതിന് ഇപ്പം എല്ലാ എന്താ പറയുക, നമ്മുടെ ഭൂമിയിലെ നമ്മുടെ കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് പെട്ടെന്ന് ഒലിച്ചു പോകുന്ന മണ്ണുകളാണ്. അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു രീതിയിലുള്ള പ്രയത്നവും വരുന്ന ഒരു സർക്കാരുകളും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ ഇനി അത് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, മുന്നറിയിപ്പ് കൊടുക്കാനോ ഒന്നിനും കഴിയുന്നില്ല. പകർച്ചവ്യാധികൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളൊന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എന്തെല്ലാം അത് പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ഇപ്പൊ കോവിഡും കൂടി ശക്തി പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ മഴയും കോവിഡും എല്ലാം കൂടി ആകുമ്പോൾ മനുഷ്യന്റെ ഒരു അവസ്ഥ തന്നെ, ഒരു പ്രാവശ്യം കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ആയപ്പോൾ ഉപജീവന മാർഗം തന്നെ മുട്ടി എത്രയോ പേര് മരണത്തിലേക്ക് വരെ പോയിട്ടുണ്ട്. കാരണം പിന്നെ ജീവിക്കാൻ പിന്നീട് ഒരു സാഹചര്യം ഇല്ലാതായിപ്പോയി. നമ്മൾ ജേർണലിസ്റ്റുകളായി നമ്മൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഈ മഴയും കൂടെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ അസുഖം വരുമോ, പിന്നെ മുതിർന്നവരായാലും പുറത്തിറങ്ങുമ്പോൾ അസുഖം വരുമോ. പിന്നെ ഈ വീടുകളൊക്കെ ഉറപ്പില്ലാത്ത കുറേ വീടുകളുണ്ടാകും. അതായത് ഈ മലയുടെ മുകളിലൊക്കെ ഇരിക്കുന്ന വീടുകൾ, അത്തരം ഈ തീരദേശ മേഖലയിലൊക്കെ ഇരിക്കുന്ന വീടുകൾ, ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നത്, ഇതിനൊന്നും വലിയ ബലമൊന്നും ഉണ്ടാകില്ല. 1-2 മഴ ശക്തമായി പെയ്യുമ്പോൾ അവിടെയൊക്കെ വെള്ളം കയറും. പിന്നെ കുറേ കാലം ഇവരൊക്കെ പിന്നെ എന്താ പറയുക, പിന്നെ ലേബർ ക്യാമ്പുകളിൽ കഴിയണം. അതുവരെ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ വെള്ളം കൊണ്ടുപോകും. സർക്കാർ 10,000 രൂപ പ്രഖ്യാപിക്കും. 10,000 രൂപ കൊണ്ട് ഈ പാവങ്ങൾ ഈ ആജീവനാന്തം മുഴുവൻ ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഒരു പ്രളയം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീട് നഷ്ടപ്പെട്ടവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഈ ചൂരൽമലയിൽ തന്നെ ദുരിതമുണ്ടായപ്പോൾ പിന്നെ വസ്തു വിറ്റ് കൊണ്ടുവച്ച ഈ 10-7-8 ലക്ഷം രൂപ കാണാനില്ല എന്ന ഒലിച്ചുപോയി. എത്രയോ പവൻ്റെ സ്വർണ്ണങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ഏതായാലും എല്ലാം പോട്ടെ, നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ പലർക്കും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവർ, മക്കളെ കണ്ണു മുമ്പിൽ നഷ്ടപ്പെട്ടവർ, മക്കൾ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നവർ, അങ്ങനെ എത്ര ജീവിതങ്ങൾ നമ്മൾ കണ്ടു. പലരുടെയും
ജീവൻ ഇപ്പോഴും പലരുടെയും ബോഡി പോലും തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ തന്നെ ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഈ ഡാമുകളൊക്കെ പെട്ടെന്ന് തുറന്നു വിട്ടതുകൊണ്ടാണ് ഈ പ്രളയം ഇത്രയും രൂക്ഷമായത്. അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രളയമോ അല്ലെങ്കിൽ ഇത്രയധികം ദുരന്തമോ ഉണ്ടാവില്ലായിരുന്നു. അതിന്റെ ആഘാതം തീരാൻ എത്ര വർഷങ്ങൾ വേണ്ടി വന്നു? ഇപ്പോഴും അത് മാറിയില്ല. ഇപ്പോഴും അത് മാറിയിട്ടില്ല. പലരും നമ്മളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു തരും, ഇത് 2015 പ്രളയത്തിൽ സംഭവിച്ചതാ. വീടൊക്കെ 25 വർഷത്തെ അടച്ചു തീർക്കേണ്ട EMI വെച്ചിട്ടൊക്കെ എടുത്ത വീടുകളൊക്കെയാണ്. അതൊക്കെ പിന്നെ കുറെ എഴുതി തള്ളിയിട്ടുണ്ടാവും. അത് പിന്നെ സർക്കാർ ചിലപ്പോൾ അത്തരം സഹായങ്ങൾ ചെയ്തു തരും. പക്ഷെ ഇതിന്റെയൊക്കെ പുറകെ നമ്മൾ എത്ര കാലം നടക്കണമെന്നറിയാമോ? ഈ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ, ഇതിന്റെ ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടെന്ന് കരുതി കുറച്ച് ദിവസം ഭയങ്കര സഹതാപം ഉദ്യോഗസ്ഥർക്ക് കാണും. പിന്നെ അവരുടെ ജോലിക്കിടയിൽ നമ്മൾ ഇതുമായിട്ട് പോകുമ്പോൾ അവരുടെ മുഖം കറക്കുന്നത് നമ്മൾ കാണണം, അവരുടെ വായിലിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കണം. അതിന്റെ ബുദ്ധിമുട്ടുകൾ എത്ര നമ്മുടെ സർക്കാരുകൾ മാറി മാറി വന്നാലും, ഇനി തുടർച്ചയായുള്ള സർക്കാരുകളാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ഈ മലയോര മേഖലകളിലോ തീരപ്രദേശങ്ങളിലോ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലോ ഉരുൾപൊട്ടൽ മേഖലകളിലോ ഉള്ളവർക്കൊന്നും എന്താ പറയുക, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, അല്ലെങ്കിൽ ഒരു ലേബർ ക്യാമ്പ്, ഇതിലപ്പുറം ശാശ്വതമായ ഒരു പരിഹാരം, ഗാഡ്ഗിൽ റിപ്പോർട്ടൊന്നും കസ്തൂരിരംഗ റിപ്പോർട്ടൊന്നും ഇവരാരും ചെവി പോലും കൊള്ളില്ല എന്നുള്ളതാണ്. ഇത് റോഡിന്റെ ഇത് പഠിക്കാൻ ജപ്പാനിൽ പോകും. ജപ്പാനിലെ ന്യൂയോർക്കിലെ റോഡ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഇവിടെ നിന്ന് കോടികൾ ചെലവാക്കി ജപ്പാനിലും ന്യൂയോർക്കിലും പോകും. അപ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകളെയൊക്കെ വിളിച്ചിരുത്തി മഴയ്ക്ക് മുമ്പേ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹമൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും പ്രകൃതി, എന്നിട്ട് അതിനെയൊക്കെ ഒരു മുഖവിലേക്ക് എടുക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. കാരണം അവരൊക്കെ സുരക്ഷിതരാണ്, എല്ലാ മന്ത്രിമാരും സുരക്ഷിതരാണ്, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവരെ സുരക്ഷിതരാക്കാൻ എന്താ പറയുക, പിന്നെ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളുണ്ട്, പോലീസുകാരുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ പാവപ്പെട്ട വോട്ടിട്ട ജനങ്ങളുടെ അവസ്ഥയോ, മഴ വരുമ്പോൾ നമുക്ക് അതാണ് പേടിയല്ലേ. ഒരു ചെറിയ മഴ പെയ്ത് നമ്മുടെ ദേഹം ഒന്ന് നനയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ, അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറയുന്നത്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഈ മഴയെ പേടിയില്ല, ഇപ്പോൾ മഴയെ ഭയമാണ്. രാത്രി നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വെള്ളം കയറുവോ, വല്ലാത്തൊരു അവസ്ഥയും വല്ലാത്തൊരു ഭയവുമാണ് നമുക്ക്. ചാനലുകളുടെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴും ഒക്കെ വല്ലാത്ത പേടിയാണ്. ഇന്നലെ അതിശക്തമായ കാറ്റുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ശക്തമായ കാറ്റിൽ നല്ല മരമൊക്കെ ഒടിഞ്ഞ് നമ്മുടെ കൂരയ്ക്ക് മുകളിലൂടെ വീഴും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ശാശ്വതമായ പരിഹാരം ഒരു സർക്കാരുകളും കാണില്ല. കാരണം അവർക്ക് ഇത് വെച്ച് മുതലെടുത്താലേ 4 വോട്ട് കിട്ടും, അവർക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ അവരിങ്ങനെ എന്താ പറയുക, ചെയ്യാം. ഒരു ദുരന്തം വരുമ്പോൾ കുറേ അനുശോചനം വരും, കുറേ 10,000 രൂപ 20,000 രൂപയെ കൊടുക്കും, കുറേ ആളുകളുടെ ലോൺ എഴുതി തള്ളും. ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകണം. അല്ല പ്രത്യേകിച്ച് ഒന്നും ഇനിയൊരു 2025 2018 ഇനിയൊരു 2025 2030 ഒക്കെ ആവർത്തിച്ചാലും നമ്മൾ അതിശയിക്കാനൊന്നുമില്ല. ഇങ്ങനെയാണ്, അതിങ്ങനെ തന്നെ തുടരുകയും ചെയ്യും.